നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാമിലെ വിഷയം എന്ന് പറയുന്നത് അമ്മയാകാം ആശങ്കകൾ ഇല്ലാതെ എന്നതാണ്. ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായുള്ളത് ഡോക്ടർ ദേവകിയാണ്, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്. സ്വാഗതം ഡോക്ടർ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ദേവകി, കോട്ടയം ഹോളി ക്രോസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ അമ്മയാകാം ആശങ്കകൾ ഇല്ലാതെ എന്നാണ് നമ്മൾ ഈ ഒരു പ്രൊമോയിൽ തന്നെ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് അത് തന്നെയാണ്. എന്താണ് ഈ ഒരു വിഷയം തന്നെ ആദ്യം നമ്മൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് തന്നെ ചോദിക്കുമ്പോൾ ഈ ആശങ്ക എന്നൊരു കാര്യം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വിഷയത്തിലേക്ക് നമ്മൾ എത്തുന്നത്? അമ്മയാകാൻ ഓരോ വ്യക്തികൾക്കും ഇപ്പോൾ അത്തരത്തിലൊരു ആശങ്കയുണ്ടോ സത്യത്തിൽ? ഈ ചോദ്യം ഒത്തിരി റെലവൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് എടുത്തതും. ഈ ഒരു ടോപ്പിക് അതായത് ഇത് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് പ്രീ പ്രഗ്നൻസി കെയർ അല്ലെങ്കിൽ പ്രീ കൺസെപ്ഷണൽ കെയർ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ടും സംസാരിക്കുന്നത്. പ്രീ പ്രഗ്നൻസി കെയറിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇതുവഴി അമ്മയാകാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീ പ്രഗ്നൻസി ആകുന്നതിന് മുന്നേ തന്നെ വ്യക്തമായിട്ടൊരു പ്ലാനിങ്ങിൽ കൂടെ പോവുകയും അതിന് പ്രകാരം എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ കണ്ടുപിടിച്ച് അതിന് വേണ്ടത്ര ചികിത്സ ലഭിച്ച് അങ്ങനെ പൂർണ്ണ ആരോഗ്യകരമായ ഒരു പ്രഗ്നൻസി അവർക്ക് കിട്ടുകയും അതിൻ്റെ ഫലമായിട്ട് ഒരു പൂർണ്ണ ആരോഗ്യകരമായ ഒരു ബേബിയെ വാർത്തെടുക്കാനും അതുവഴി സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു അമ്മ ആകാൻ ആശങ്കകളില്ലാതെ, എന്തൊക്കെയാണ് അതിനു മുമ്പുള്ള ഒരു പരിചരണ രീതികൾ ഒന്ന് പറയാമോ? ഈ വിഷയം തിരഞ്ഞെടുക്കുന്നതിൻ്റെ പ്രാധാന്യം തന്നെ അതാണ്. കാരണം എല്ലാ പ്രഗ്നൻസിയും ഒരു പ്ലാൻഡ് പ്രഗ്നൻസി ആകുന്നതാണ് ഏറ്റവും നല്ലത്. പ്ലാനിങ് എന്ന് ഉദ്ദേശിക്കുമ്പം ആ ഒരു അമ്മയാകാൻ ഉദ്ദേശിക്കുന്ന ആ സ്ത്രീ മാത്രമല്ല, അതേപോലെ തന്നെ ഹസ്ബൻഡും പ്ലാനിങ്ങിൽ ഉൾപ്പെടുക, കപ്പിൾ ഒരുമിച്ച് തന്നെ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുക. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സ്ത്രീകൾക്കാണെങ്കിലും ഹസ്ബൻഡിനാണെങ്കിലും എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ തന്നെ അത് നേരത്തെ സ്ക്രീൻ ചെയ്ത് കണ്ടുപിടിക്കാനും അതിന് ചികിത്സ വേണ്ട ഒരു സാഹചര്യമാണെങ്കിൽ അത് എടുക്കാനും അവർക്ക് സമയം ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് ചെയ്യുന്നത് വഴി പൂർണ്ണ ആരോഗ്യപ്രദമായ ഒരു പ്രഗ്നൻസി ലഭിക്കുകയും അതുവഴി ആരോഗ്യപരമായ ഒരു ബേബി ലഭിക്കാനും ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് ഈ പ്രീ പ്രഗ്നൻസി കെയറിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അല്ലേ? അമ്മയാകുന്നതിന് മുമ്പ് തന്നെ കുറേയേറെ ശ്രദ്ധ ചെലുത്തേണ്ടത്. എനിക്ക് തോന്നുന്നു ഇന്നുള്ളവർക്ക് ഒരുപാട് ആശങ്കകളുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ ഗൂഗിളിൽ പോലും കയറി പലപ്പോഴും സെർച്ച് ചെയ്യാറുണ്ട് എന്ത് ചെയ്യാം. അത്തരത്തിൽ ഒരുപാട് നിർദ്ദേശങ്ങൾ അനുസരിച്ച് തന്നെ പലപ്പോഴും തെറ്റായ കുറേ ധാരണകൾ കൂടി ഇന്നത്തെ നമ്മുടെ സമൂഹത്തിന് കിട്ടുന്നുണ്ടല്ലോ. അത്തരത്തിൽ കൂടുതലും ഡോക്ടറിലേക്ക് വരുന്ന സംശയങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് സംശയങ്ങൾ അതിന് മുന്നോടിയായിട്ട് വരാറുണ്ട്. നേരത്തെ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ കണ്ടുവരുന്നത്, ഇപ്പം പല കുട്ടികളും മേ ബി വിദ്യാഭ്യാസത്തിലും ഒക്കെ മുന്നോട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരും പ്രഗ്നൻസി മാക്സിമം പ്ലാൻ ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ അല്ലെങ്കിൽ ആ സമയത്ത് കപ്പിളായിട്ട് വന്ന് നമ്മളെ കാണാറുണ്ട്. പലപ്പോഴും വിരളമാണെങ്കിൽ പോലും പലപ്പോഴും വരാറുണ്ട്. അപ്പോൾ ആദ്യം പ്രധാനമായിട്ടും ചോദിച്ചു വരുന്ന ചോദ്യം എന്ന് പറയുന്നത് ഭക്ഷണ രീതിയിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. പിന്നെ ദൂരെ യാത്രകൾ നടത്താവോ എന്നുള്ള സംശയങ്ങൾ, ദെൻ എന്തുമാത്രം വെയിറ്റ്, അതിന് മുന്നേ എന്ത് വെയിറ്റ് വെക്കണം, ഇത്ര വെയിറ്റ് കൂടാമോ ഇത്ര വെയിറ്റ് കുറയാമോ, അങ്ങനെ വെയിറ്റിനെ കുറിച്ചുള്ള കുറേ അധികം ആശങ്കകൾ, പിന്നെ ഭക്ഷണ രീതികളിനെ കുറിച്ചുള്ള ആശങ്കകൾ, ഇതെല്ലാമാണ് പ്രധാനമായിട്ടും നമ്മൾ കണ്ടുവരുന്ന സംശയങ്ങൾ. ഓക്കെ, അപ്പോൾ ഡോക്ടർ, നമ്മൾ നേരത്തെ പറഞ്ഞു സ്ത്രീകളുടെ ഭാരം ഒരു പ്രശ്നമാണ് എന്നല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയം ചോദിച്ചു വരാറുണ്ട്. അതൊരു പ്രശ്നമായി തന്നെ നിലനിൽക്കുകയാണോ ഇപ്പോഴും? ഒരു ഡെലിവറിയൊക്കെ അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈമിലും ഒക്കെ അതൊരു വിഷയമാകും? തീർച്ചയായിട്ടും. ഇപ്പം പ്രഗ്നൻസിക്ക് മുന്നേ തന്നെ ഐഡിയലി ഓരോ സ്ത്രീയും അവരുടെ BMI എന്ന് പറയുന്നത് വെയിറ്റിന് അനുപാതം, ഹൈറ്റിനനുസരിച്ചുള്ള അവരുടെ വെയിറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു സ്കോറാണ്. അപ്പോൾ അതിനനുസരിച്ച് BMI അഡിക്വേറ്റ് ആയിട്ട് നിർത്തേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. കാരണം ഭാരം കൂടിയാലും, അതായത് ഒബീസിറ്റി അല്ലെങ്കിൽ ഓവർ വെയിറ്റ് എന്ന് പറയുന്ന അവസ്ഥയും അതേപോലെ തന്നെ അപകടമാണ് വെയിറ്റ് ഒരുപാട് കുറയുന്ന അവസ്ഥയും. അപ്പോൾ ഈ രണ്ട്
രണ്ട് അവസ്ഥകളിലും നിൽക്കാതെ ഐഡിയലായിട്ടുള്ള വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് ഐഡിയൽ BMIയിൽ പ്രഗ്നൻസി കൺസീവ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ അത്യാവശ്യമാണ്. പിന്നെ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒബീസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണത്തിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് പ്രഗ്നൻസിയുടെ സമയത്തും അതേപോലെ പോസ്റ്റ് പാർട്ടം, അതായത് ഡെലിവറി കഴിഞ്ഞുള്ള സമയത്തും ഉണ്ടാകുന്ന വെയിറ്റ് ഗെയിൻ. ഇവർ ഒരു പരിധിയിൽ കൂടുതൽ വണ്ണം വയ്ക്കുകയും ഡെലിവറിക്ക് ശേഷവും ഐഡിയലി വണ്ണം കുറയ്ക്കേണ്ട സമയത്ത് പോസ്റ്റ്പാർട്ടം പീരീഡിലും ഇവർ ഒരു പരിധിയിൽ കൂടുതൽ വണ്ണം വെച്ചതിന് ശേഷം ഒബീസിറ്റിയിലേക്ക് എത്തുകയും അത് പിന്നീട് ഒരു വലിയ പ്രശ്നമായിട്ട് തീരുന്നതും. അതാണ് ആക്ച്വലി ഒബീസിറ്റിക്ക് പ്രത്യേകിച്ചും യങ് സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒബീസിറ്റിയുടെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് പ്രഗ്നൻസി സമയത്തും അതിന് ശേഷവും അവർ വയ്ക്കുന്ന വണ്ണം പോകുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ഒബീസിറ്റിയുടെ ഏറ്റവും വലിയ കാരണം. അതുകൊണ്ട് തന്നെ BMI അഡിക്വേറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് പ്രഗ്നൻസിയുടെ സമയത്തും അല്ലെങ്കിൽ പ്രീ പ്രഗ്നൻസി സമയത്തും പ്രഗ്നൻ്റ് ആവുമ്പോഴും ഉള്ള സങ്കീർണതകൾ അവോയ്ഡ് ചെയ്യാൻ വളരെ വളരെ അത്യാവശ്യമാണ്. ഇപ്പം BMI കൂടുന്ന അവസ്ഥയിൽ വരുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെയുള്ളൊരു സ്ത്രീ ഗർഭിണിയാകുമ്പോൾ ആദ്യത്തെ സമയത്ത് തന്നെ അബോർഷൻ ആവാനും ബ്ലീഡിങ് ആവാനും ഒക്കെയുള്ള ചാൻസ് വളരെ വളരെ കൂടുന്നു. പിന്നീട് അങ്ങോട്ട് പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുമ്പം വജൈനൽ ഇൻഫെക്ഷൻസ്, അതുപോലെ യൂറിനറി ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുന്നു. അതോടൊപ്പം ഗർഭപാത്രത്തിൻ്റെ അടിഭാഗം സർവിക്സ് എന്ന് പറയുന്ന ഭാഗത്തിന് കട്ടി കുറഞ്ഞിട്ട് ഇൻകോമ്പിറ്റൻസ്, അതുവഴി നേരത്തെ പ്രസവിച്ചു പോകാനുള്ള ചാൻസുകൾ കൂടുന്നു. മാസം തികയുന്നതിന് മുന്നേ പ്രസവിക്കാനുള്ളൊരു സാഹചര്യം, അതുപോലെ നേരത്തെ വെള്ളം പൊട്ടിപ്പോകുന്നൊരവസ്ഥ, ഇതിനെല്ലാം കാരണമാണ് ഒബീസിറ്റി. അതുപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പം ഇപ്പോൾ സിസേറിയൻ ആവാനുള്ള ചാൻസ് ഒബീസായിട്ടുള്ള അമ്മമാരിൽ ഒത്തിരി കൂടുതലാണ്. ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് സിസേറിയൻ ചെയ്ത് കഴിയുമ്പം മുറിവ് ഉണങ്ങാനുള്ള താമസവും അതുപോലെ തന്നെ വൂണ്ടിൽ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതകളും കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇതൊക്കെയാണ് ഒബീസിറ്റിയുടെ പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ ഭാരം കുറഞ്ഞുള്ള അവസ്ഥയുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ന്യൂട്രീഷൻസ് ഡെഫിഷ്യൻ്റ് ആവുന്ന വഴി കുഞ്ഞിന് വേണ്ടത്ര ന്യൂട്രീഷൻസ് കിട്ടുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് തൂക്കം കുറഞ്ഞ IUGR എന്ന് പറയും, വെയിറ്റ് വളരെ കുറഞ്ഞ കുട്ടി ഉണ്ടാവാനുള്ള സാധ്യതയും, നേരത്തെ തന്നെ ഇതേപോലെ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ്, പ്രീ ടേം ലേബർ, മാസം തികയുന്നതിന് മുന്നേ പ്രസവിക്കാനുള്ള ഒരു സാഹചര്യം, ഇതൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് കുറഞ്ഞ BMIയുടെ പ്രശ്നങ്ങൾ. സോ അതുകൊണ്ട് തന്നെ അഡിക്കേറ്റ് ആയിട്ടുള്ള ഒരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യം. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞതിൽ അമിത ഭാരമുള്ള അമ്മമാരുടെ കാര്യമാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ഇതേപോലെ തന്നെയല്ലേ ഭാരം കുറവുള്ള ഒരു പ്രശ്നവും നമുക്ക് അവർക്കും ഇതേ പ്രശ്നങ്ങൾ തന്നെയാണോ നേരിടുന്നത്? ഇതേപോലെ തന്നെയാണ് അവരുടെയും. അതും ഒരു അപകടമായ സാഹചര്യം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ വെയിറ്റ് കുറവെന്ന് ഉദ്ദേശിക്കുന്നത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻ്റ് ആവുന്നതുകൊണ്ടാണ് വെയിറ്റ് കുറയുന്നത്. അല്ലെങ്കിൽ അനീമിയ, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു അണ്ടർലൈങ് ഡിസീസ് ഉണ്ടെങ്കിലും വെയിറ്റ് കുറയാം. പിന്നെ SLE തുടങ്ങിയ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉണ്ടെങ്കിൽ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വ്യക്തമായ ധാരണ അമ്മമാർക്ക് വേണം, അമ്മയാകാൻ പോകുന്ന സ്ത്രീക്ക് വേണം. വെയിറ്റ് കുറഞ്ഞ സ്ത്രീകൾ അമ്മയാകുമ്പോൾ ഉണ്ടാകുന്നത് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി തന്നെയാണ്. അത് കാരണം കുഞ്ഞിനും ഭാരക്കുറവ് വരുന്നു. അതുപോലെ നേരത്തെ വേദന വന്ന് പ്രസവിക്കാനുള്ള സാഹചര്യവും ഇൻഫെക്ഷൻസ് അമിതമായിട്ട് വരാനുള്ള സാഹചര്യവും കൂടുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. ഓക്കെ, നമ്മളിപ്പോൾ കൂടുതൽ കേൾക്കുന്ന അല്ലെങ്കിൽ പലപ്പോഴും കേൾക്കുന്ന ഒരു വാർത്ത, ഈ അബോർഷൻ ആവുന്നവരുടെ എണ്ണം മിക്കവാറും കൂടുന്നുണ്ട് അല്ലേ? അത്തരത്തിലുള്ളൊരു സാഹചര്യം ഈ പറയുന്ന ഈ ഭാരമാണോ, അതോ അമ്മമാർക്ക് ഉണ്ടാകുന്ന ശ്രദ്ധക്കുറവാണോ, അല്ലെങ്കിൽ അവരുടെ ഒരു ഏജ് ആയിരിക്കുമോ, എന്തായിരിക്കാം വന്നിട്ടുള്ളത്? ഈ പറഞ്ഞതെല്ലാം തന്നെ അതിൻ്റെ ഒരു കാരണങ്ങളാണ്. അബോർഷൻ റേറ്റ് കൂടിക്കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. മേ ബി ഒരു കാരണം ഈ പറഞ്ഞ പോലെ ഏജ് തന്നെയാണ്. നമ്മൾ എപ്പോഴും ഒരു 35 വയസ്സിൽ കൂടുതലുള്ള ഗർഭത്തെ എൽഡർലി സങ്കീർണതകളുള്ള ഒരു ഗർഭമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പെൺകുട്ടികളാണെങ്കിലും വിദ്യാഭ്യാസപരമായിട്ടും കുറച്ച് പഠിച്ചതിന് ശേഷമാണെങ്കിലും മാരേജിന് ശേഷം അവർ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ജോബിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. അതിനൊക്കെ ശേഷമായിരിക്കും ഒരു ഫാമിലിയെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ഏജ് ചിലപ്പം ഒരു പക്ഷേ കുറച്ച് അഡ്വാൻസ്ഡ് ആയി പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പം അങ്ങനെ വരുമ്പം 35 വയസ്സിൽ കൂടുതൽ ആയ ശേഷമുള്ള പ്രഗ്നൻസിയുടെ ഒരു റിസ്ക് എന്ന് പറയുന്നത് അബോർഷൻ റേറ്റ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. അതുപോലെ മറ്റൊരു കാരണം പൊണ്ണത്തടി അല്ലെങ്കിൽ അമിതവണ്ണം തന്നെയാണ്. അത് നമ്മൾ പിന്നിലോട്ട് ചിന്തിക്കുമ്പം അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ
ഇപ്പോഴത്തെയുള്ള ഭക്ഷണ രീതികളും ജീവിത ശൈലിയിലുള്ള വ്യത്യാസങ്ങളും കാരണം പോളിസിസ്റ്റിക് ഓവറി പോലെയുള്ള അസുഖങ്ങൾ വരുന്നത് കാരണവും ഒബീസിറ്റി വരുന്നുണ്ട്. സോ അതും അബോർഷൻ്റെ ഒരു കാരണമായിട്ട് മാറുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഉള്ള കാരണങ്ങൾ. എൻ്റെ ഒരു സംശയം, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു 35 വയസ്സ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അമ്മയാവുമ്പോഴത്തേക്ക് അബോർഷൻ ആവാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്, സാധ്യതകളും കൂടുതലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇത്രയും നമ്മൾ താമസിച്ച് വിവാഹം കഴിക്കുന്നു, ഇപ്പോൾ ഉള്ളവരൊക്കെ വളരെ താമസിച്ച് വിവാഹം കഴിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമ്മയാവാൻ തയ്യാറെടുക്കുമ്പോൾ ആദ്യമേ ഡോക്ടറെ കാണുകയോ അല്ലെങ്കിൽ അതിന് വേണ്ട മരുന്നുകളോ ചികിത്സകളോ ഒക്കെ എടുക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട്? തീർച്ചയായിട്ടും അതാണ് നമ്മുടെ പ്രീ കൺസെപ്ഷണൽ കെയർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഐഡിയലി ഒരു സ്ത്രീ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ഈച്ച് പ്രഗ്നൻസി ഷുഡ് ബി എ പ്ലാൻഡ് പ്രഗ്നൻസി. പ്ലാനിങ്ങോട് കൂടിയ ഗർഭത്തിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അത് കപ്പിള് രണ്ടുപേരും ഒരുമിച്ചാണ് പ്ലാൻ ചെയ്യേണ്ടത്, അല്ലാതെ ഒരു സ്ത്രീ മാത്രം അല്ല പ്ലാനിങ്ങിൽ ഇൻവോൾവ് ആവേണ്ടത്. കപ്പിള് രണ്ടുപേരും ഒരുപോലെ തന്നെ പ്രഗ്നൻസി പ്ലാനിങ്ങിൽ ഇൻവോൾവ് ആവുക. ഐഡിയലി ഒരു 3 മാസമെങ്കിലും പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് സമയം കൊടുക്കുന്നത് അത്യാവശ്യമാണ്. ബിക്കോസ് ഇത് എന്താണെന്ന് വെച്ചാൽ പല അസുഖങ്ങളും ആ സമയത്തായിരിക്കും ഡിറ്റക്റ്റഡ് ആവുന്നത്. അല്ലെങ്കിൽ നേരത്തെ അസുഖങ്ങളുള്ള സ്ത്രീകളാണെങ്കിൽ ഇപ്പോൾ തൈറോയിഡ്, അനീമിയ, അപ്പോൾ ഇതൊക്കെ ഒന്ന് കൺട്രോൾ ആവാൻ വേണ്ടിയുള്ള ഒരു സമയം അവർക്ക് കൊടുക്കണം. അതാണ് ഈ 3 മാസം എന്ന് പറഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം പൊണ്ണത്തടി, അമിത വണ്ണമുള്ള സ്ത്രീകൾക്ക് അവരുടെ വണ്ണം കുറച്ച് വരാനായിട്ടൊരു ടൈം കൊടുക്കുക. അതുകൊണ്ടാണ് ഒരു 3 മാസം മിനിമം എങ്കിലും പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കണം എന്ന് നമ്മൾ പറയുന്നത്. ഈ സമയത്തായിരിക്കണം മിക്ക സ്ത്രീകളും ഒരു ഡോക്ടറിനെ, ഒരു കപ്പിളായിട്ട് തന്നെ ഒരു ഡോക്ടറിനെ പ്രീ പ്രഗ്നൻസി കെയറിന് വേണ്ടിയിട്ട് കൺസൾട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ സമയത്ത് ഡോക്ടർ എന്താണ് നിർദ്ദേശിക്കാൻ സാധ്യതയുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഫസ്റ്റ് വിസിറ്റിൽ തന്നെ ഡോക്ടർ ഫോളിക് ആസിഡ് അഡ്വൈസ് ചെയ്യും. ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു മൈക്രോ ന്യൂട്രിയൻ്റ് ആണ്. പക്ഷേ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് പ്രീ പ്രഗ്നൻസി പീരീഡിൽ. കാരണം ബേബിക്കുണ്ടാകുന്ന ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് പോലെയുള്ള വൈകല്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ അളവിൽ ഫോളിക് ആസിഡ് ഡെയിലി കഴിക്കേണ്ടത് ആവശ്യമാണ്. സോ അതിന് പ്രകാരം ഡോക്ടർ ഫോളിക് ആസിഡിൻ്റെ ടാബ്ലറ്റ് നിർദ്ദേശിക്കുന്നു. പിന്നീട് പ്രീ പ്രഗ്നൻസിയിൽ കൊടുക്കേണ്ടതായ വാക്സിനേഷൻസിനെ കുറിച്ച് ഡോക്ടർ ഡിസ്കസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ള സ്ത്രീകളാണെങ്കിൽ അത് ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യാം. ചിലപ്പം പ്രഷറായിരിക്കാം, അല്ലെങ്കിൽ ജന്നിയുടെ അസുഖം, അതുപോലെ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുള്ള സ്ത്രീകളായിരിക്കാം. അപ്പം ഇവരൊക്കെ കഴിക്കുന്ന മെഡിസിൻസിൻ്റെ അളവ് ചേഞ്ച് ചെയ്യുകയും മെഡിസിൻസ് തന്നെ മാറ്റേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകാറുണ്ട്. സോ അതൊക്കെ ഈ ഒരു പ്രീ പ്രഗ്നൻസി കെയറിൻ്റെ അല്ലെങ്കിൽ കൺസൾട്ടേഷൻ്റെ സമയത്ത് ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യുക. പിന്നെ ഡോക്ടർ ആ സമയത്ത് ചെയ്യേണ്ടതായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ പറയുന്നതായിരിക്കും. അതിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് നോക്കുക, തൈറോയിഡ്, പിന്നെ BP ചെക്കപ്പ്, അതേപോലെ ഷുഗറിൻ്റെ ലെവൽ ചെക്ക് ചെയ്യുക. ഇതൊക്കെയാണ് ഈ സമയത്തുള്ള ബേസിക് ബ്ലഡ് ടെസ്റ്റുകൾ. അപ്പോൾ അതെല്ലാം ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ഡെൻ്റൽ ഹൈജീൻ. പലപ്പോഴും പല സ്ത്രീകളും പ്രഗ്നൻസി ആയി കഴിയുമ്പോഴാണ് അല്ലെങ്കിൽ പല്ലുവേദന, അല്ലെങ്കിൽ പല്ലെടുക്കൽ, റൂട്ട് കനാൽ, ഇങ്ങനെ പല ട്രീറ്റ്മെൻറ്റിൽ കൂടെ പോകേണ്ടി വരും. അപ്പോൾ ഈ സാഹചര്യം അവോയ്ഡ് ചെയ്യാൻ, ഇൻഫെക്ഷൻസ് എവിടെ വന്നാലും അത് പ്രഗ്നൻസിയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പല്ലിൻ്റെ ഇൻഫെക്ഷൻസ് ആണെങ്കിലും അത് പ്രീ പ്രഗ്നൻസി പീരീഡിൽ തന്നെ ഒരു ഡെൻ്റൽ കൺസൾട്ടേഷൻ അത്യാവശ്യമാണ്. ഓറൽ ഹൈജീൻ ഉറപ്പ് വരുത്തേണ്ടതും വളരെ അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ വരുന്നതാണ് ഫാമിലി പ്രോബ്ലംസ്. ഇപ്പം ഫാമിലിയിൽ എന്തെങ്കിലും അസുഖങ്ങൾ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യുക. എന്തെങ്കിലും ജനിതകമായിട്ടുള്ള വൈകല്യങ്ങൾ ഫാമിലിയിലുണ്ടെങ്കിൽ അത് ഡിസ്കസ് ചെയ്യാം. ദെൻ ബന്ധുക്കൾ തമ്മിലുള്ള കല്യാണമാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യണം. അതുപോലെ തന്നെ പ്രീവിയസ് പ്രഗ്നൻസിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പല സ്ത്രീകളും പ്രീവിയസ് പ്രഗ്നൻസി റെക്കോർഡ്സ് ഒന്നും സൂക്ഷിച്ച് വെക്കുന്ന ഒരു സ്വഭാവക്കാരായിരിക്കും എന്നില്ല. സോ അങ്ങനെ വരുമ്പം നേരത്തെ ഉള്ള പ്രഗ്നൻസിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് ഡോക്ടറുമായിട്ട് വ്യക്തമായിട്ട് സംസാരിക്കുക. ലൈക്ക് മാസം തികയുന്നതിന് മുന്നേ പ്രസവിക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ BP-യുടെ പ്രശ്നം ഉണ്ടാവാം, ഷുഗർ വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ സർവൈക്കൽ ഇൻകോമ്പിറ്റൻസ് എന്ന് പറയും, അതായത് ഗർഭപാത്ര മുഖം വികസിച്ചു പോകുന്ന അവസ്ഥ വന്ന് സ്റ്റിച്ചിട്ട് കിടക്കേണ്ട അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാവാം. സോ ഇതൊക്കെ നേരത്തെ ഉള്ള പ്രഗ്നൻസിയുടെ കോംപ്ലിക്കേഷൻസ് ആണ്. ഇത് ഡോക്ടറുമായിട്ട് വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്യാം.
ചെയ്യാം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പാർട്ട്ണറുടെ ഹെൽത്തും. ഹസ്ബൻഡിൻ്റെ ഹെൽത്ത് കണ്ടീഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡിസ്കസ് ചെയ്യാം. ബേസിക് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അത് നേരത്തെ കണ്ടുപിടിച്ച് അതിന് പരിഹാരം തേടാവുന്നതാണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ഫാമിലി സപ്പോർട്ട് കുറവുള്ള സ്ത്രീകൾ. അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, ഡൊമസ്റ്റിക് വയലൻസ് എന്തെങ്കിലും ഫാമിലിയുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ അത് ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യുക. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പല സ്ത്രീകളും പ്രഗ്നൻസി ആയി കഴിഞ്ഞിട്ട് ഫാമിലി പ്രോബ്ലംസ് വന്ന് പറഞ്ഞ് അത് പിടിച്ചു നിൽക്കാനുള്ള ഒരു സ്ട്രെസ്സ് അല്ലെങ്കിൽ അതിനുള്ള ഒരു ആ സ്ട്രെസ്സ് ഏറ്റെടുക്കാനായിട്ട് ബുദ്ധിമുട്ട് പ്രഗ്നൻസിയിൽ അനുഭവിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. സോ അതിന് മുന്നേ തന്നെ അത് ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്ത് അതിൻ്റെ പരിഹാരങ്ങൾ ഡോക്ടറിൽ നിന്നും നിർദ്ദേശങ്ങൾ തേടാവുന്നതാണ്. ഓക്കെ. എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒരു അമ്മയാവുക, അച്ഛനാവുക, എല്ലാവരുടെയും ഒരു ആഗ്രഹം തന്നെയാണ്. പ്രധാനമാണ് ഏറ്റവും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് ലഭിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ബന്ധമുള്ള അല്ലെങ്കിൽ രക്തബന്ധമുള്ളവർ വിവാഹം കഴിക്കുമ്പോൾ പലർക്കും മുമ്പൊക്കെ അത് വലിയ പ്രശ്നമല്ലായിരുന്നു. പക്ഷേ ഇന്ന് പലരും നേരിടുന്ന പ്രശ്നമാണ് കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ, അത് കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിപരമായി പ്രശ്നങ്ങളുണ്ടാകുമോ എന്നുള്ള പല സംശയങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. എന്താണ് ഡോക്ടർ അതിനെക്കുറിച്ചിട്ട് പറയുന്നത്? കൺസാങ്കുനസ് മാരേജ്, അതായത് പല ഡിഗ്രീസ് ഓഫ് കൺസാങ്കുനിറ്റി ഉണ്ട്. അതായത് വളരെ അടുത്ത ബന്ധുക്കൾ തുടങ്ങി അകന്ന ബന്ധുക്കൾ തമ്മിൽ വരെയുള്ള വിവാഹങ്ങളുണ്ട്. അപ്പോൾ അടുത്ത ബന്ധുക്കൾ തമ്മിലുള്ള വിവാഹങ്ങൾക്കാണ് സങ്കീർണതകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അങ്ങനെ വിവാഹം ചെയ്യുമ്പോൾ ഫാമിലിയായിട്ട് അല്ലെങ്കിൽ ഫെമിലിയലായിട്ട് എന്തെങ്കിലും ഒരു അസുഖങ്ങൾ റൺ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇൻഹെറിറ്റ് ചെയ്ത് അടുത്ത കുട്ടിയിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അവിടെ നമ്മൾ ഈ കാര്യം ഡോക്ടറോട് ഡിസ്കസ് ചെയ്യുകയും പേരൻസിൻ്റെ ജനറ്റിക് ടെസ്റ്റിംഗ് ചിലപ്പം നടത്തേണ്ട ഒരു ആവശ്യകതയും അവിടെ വരാറ് ഉണ്ട്. ഡോക്ടർ, നമ്മൾ പഴയ കാലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അവർ ചെയ്ത രീതിയും നമ്മൾ ചെയ്യുന്ന രീതികളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ പറയാറുണ്ട് ഈ ചില ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നല്ലതാണെന്ന് പറയും. പക്ഷേ ഇന്നത് പൂർണ്ണമായും വേണ്ട എന്ന് പറയാറുമുണ്ട്, അല്ല കഴിക്കൂ എന്ന് പറയുന്നതുകൊണ്ട്. ഈ ഭക്ഷണമൊക്കെ ഈ ഒരു സമയത്ത് സ്ത്രീകൾക്ക് എത്രത്തോളം ആവശ്യമാണ്? ഇപ്പം ഞാൻ ഉദ്ദേശിച്ചപ്പോൾ ചിലപ്പം ഈന്തപ്പഴം അല്ലെ, പപ്പായ, ഇതൊക്കെ കഴിക്കാറുണ്ട്. ഇപ്പോൾ ഡോക്ടർ എങ്ങനെയാണ് പറയുന്നത്, ഇതൊക്കെ കഴിക്കാൻ പറ്റുന്നത് തന്നെയാണോ? നമ്മൾ ഭക്ഷണത്തിന് വലിയ റെസ്ട്രിക്ഷൻസ് കൊടുക്കേണ്ട ഒരു കാര്യമില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഹെൽത്തി ഫുഡാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അൺഹെൽത്തി ഫുഡ് പൂർണ്ണമായിട്ടും പ്രീ പ്രഗ്നൻസി സമയത്തും പ്രഗ്നൻസി പീരീഡിലും അവോയ്ഡ് ചെയ്യുക. അൺഹെൽത്തി ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ചെറിയ കുട്ടികളോട് ചോദിക്കുമ്പോൾ പോലും അവർ പറയും അൺഹെൽത്തി ഫുഡ് എന്താണെന്നുള്ളത്. അതായത് ജങ്ക് ഫുഡ്സ്, അതേപോലെയുള്ള ആർട്ടിഫിഷ്യൽ കളേഴ്സും അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള കൺസർവേറ്റീവ്സ്, പ്രിസർവേറ്റീവ്സ് അടങ്ങിയ ഫുഡുകളെ നമ്മൾ പൊതുവേ അൺഹെൽത്തി, അതായത് ക്യാൻഡ് ഫുഡ്, ടിൻഡ് ഫുഡുകൾ, ഇതെല്ലാം കുറച്ച് അൺഹെൽത്തി ഫുഡുകളായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ദെൻ ഫാസ്റ്റ് ഫുഡുകൾ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാൻ പറയും. ദെൻ സോഫ്റ്റ് ഡ്രിങ്ക്സ്, അങ്ങനെയുള്ള ക്യാൻഡ് ഫുഡുകൾ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. അതേപോലെ തന്നെ ഒത്തിരി ഷുഗറുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ ഒത്തിരി ഓയിലി ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് അവോയ്ഡ് ചെയ്യുക. ഇതാണ് പ്രധാനമായിട്ടുമുള്ള ഫുഡ് റെസ്ട്രിക്ഷൻസ്. പിന്നെ കാർബോഹൈഡ്രേറ്റ്സ് പൊതുവേ തന്നെ കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. പകരം കൂടുതലായിട്ട് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം, പ്രോട്ടീൻസ് ആവാം, അതേപോലെ മിൽക്ക്, എഗ്, മീറ്റ്, ചിക്കൻ, ഇതെല്ലാം കഴിക്കുന്നതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളില്ല. അതേപോലെ തന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാം കഴിക്കാം. ബട്ട് മേക്ക് ഷുവർ ദാറ്റ് എന്ത് ഫുഡ് കഴിച്ചാലും അത് ഹെൽത്തി ഫുഡാണെന്ന് ഉറപ്പ് വരുത്തുക. ദെൻ പൈനാപ്പിൾ, പപ്പായയുടെ കാര്യമാണ് പറഞ്ഞത്. സ്റ്റഡീസ് അതിനൊരു വ്യക്തമായിട്ടൊരു പ്രൂഫ് നമുക്ക് തരുന്നില്ലെങ്കിൽ പോലും നമ്മൾ പൊതുവേ പൈനാപ്പിൾ, പപ്പായ അവോയ്ഡ് ചെയ്യാൻ തന്നെ പറയാറുണ്ട്. അതിനകത്തിലെ ചില കണ്ടൻസ് അബോർട്ടിഫേഷ്യൻ്റ് ആണ് എന്ന് പറയപ്പെടുന്നത് കാരണം. അതുപോലെ ഈന്തപ്പഴത്തിന് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണമാണ്. അതുകൊണ്ട് തന്നെ പ്രഗ്നൻസിയിൽ നമ്മൾ ഈന്തപ്പഴം റെക്കമെൻഡ് ചെയ്യുന്നു. ഈന്തപ്പഴത്തിൻ്റെ ഒരു പ്രശ്നം കോൺസ്റ്റിപ്പേഷൻ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ ഒരു 3 മാസമൊക്കെ കഴിക്കുമ്പം. അതർവൈസ് വേറെ പ്രശ്നങ്ങളൊന്നും അതിനില്ല. ഓക്കെ. ഡോക്ടർ, നമ്മൾ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ അമ്മയാവുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ വാക്സിനുകളൊക്കെ എടുക്കേണ്ട സാഹചര്യമുണ്ടോ? തീർച്ചയായിട്ടും. പ്രീ പ്രഗ്നൻസി സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡോക്ടറോട് കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ഡോക്ടർ പ്രധാനമായിട്ടും നിർദ്ദേശിക്കുന്നത് വാക്സിനേഷൻ്റെ കാര്യങ്ങളെക്കുറിച്ചായിരിക്കും. പ്രഗ്നൻ്റ് ആവാൻ പ്ലാൻ ചെയ്യുന്ന ലേഡി തീർച്ചയായിട്ടും എടുക്കേണ്ട വാക്സിനിൽ ഒന്നാണ് റൂബല്ല വാക്സിൻ. അത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് റൂബല്ല വാക്സിനായിട്ടും അവൈലബിൾ ആണ്, MMR എന്നുള്ള വാക്സിനായിട്ടും അവൈലബിൾ ആണ്. സോ ഇതിൽ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ഒന്നെങ്കിൽ MMR അല്ലെങ്കിൽ റൂബല്ലയുടെ വാക്സിൻ മസ്റ്റായിട്ട് എടുത്തിരിക്കണം.
ഇതിൻ്റെ ഈ 2 വാക്സിൻസിൻ്റെയും പ്രത്യേകത എന്ന് വെച്ചാൽ ലൈവ് വാക്സിൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ വാക്സിൻസ് എടുത്തു കഴിഞ്ഞാൽ മിനിമം 1 മാസത്തിന് ശേഷം മതി പ്രഗ്നൻസി ആവുന്നത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ മറ്റൊരു വാക്സിൻ എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ വാക്സിനാണ്. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് വൈറൽ പനികൾ കൂടിക്കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. മൊത്തത്തിൽ നമ്മൾ ഇതിനെ ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ കോവിഡ് അഗെയിൻ ഒരു ഇൻഫ്ലുവൻസയാണ്. അപ്പോൾ ഇൻഫ്ലുവൻസ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. സോ അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള വാക്സിൻസ് ഇൻഫ്ലുവൻസ വാക്സിനായിട്ട് അവൈലബിൾ ആണ്. സോ ഇത് എല്ലാ വർഷവുമാണ് ഇതെടുക്കേണ്ടത്. സോ പ്രഗ്നൻസി ആവാൻ പ്ലാൻ ചെയ്യുമ്പം ഈ ഒരു വാക്സിൻ എടുക്കുന്നതും നല്ലതാണ്. അത് ഈവൻ പ്രീ പ്രഗ്നൻസി സമയത്ത് എടുക്കാൻ പറ്റാത്ത സ്ത്രീകൾ പ്രഗ്നൻസി ആവുമ്പോഴും ഏത് ട്രൈമസ്റ്ററിൽ വേണമെങ്കിലും അവർക്ക് ഇൻഫ്ലുവൻസ വാക്സിൻ ധൈര്യമായിട്ട് എടുക്കാവുന്നതാണ്. റൂബല്ല വാക്സിൻ അതിൻ്റെ 1 മാസം മുന്നേ, പ്രഗ്നൻസി ആകുന്നതിൻ്റെ 1 മാസം മുന്നേ ആണ് എടുക്കേണ്ടത്. മിനിമം 1 മന്ത് മുന്നേ. ഓക്കെ ഡോക്ടർ, അപ്പോൾ നമുക്ക് വാക്സിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ എന്തൊക്കെ ടെസ്റ്റുകളാണ് ഉള്ളത്? പ്രീ പ്രഗ്നൻസി സമയത്ത് പ്രധാനമായിട്ടും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ബേസിക് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുക. അതിൽ ഹീമോഗ്ലോബിൻ്റെ ലെവല് നോക്കി അനീമിയ ഇല്ലെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ ഷുഗറിൻ്റെ ലെവൽ നോക്കിയിട്ട് ഡയബറ്റിക് ആണോ എന്നുള്ളത് അറിയുക. ദെൻ തൈറോയിഡിൻ്റെ ബ്ലഡ് ടെസ്റ്റുകൾ നോക്കുക. അതേപോലെ BP നോക്കുക, വൈറ്റമിൻ ഡിൻ്റെ അളവ് നോക്കുക, അതേപോലെ തന്നെ BMI. ഇത്രയാണ് ബേസിക് ബ്ലഡ് ടെസ്റ്റുകളിൽ വരുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ദന്തൽ ഹൈജീനും ഉറപ്പ് വരുത്തുക. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പല പ്രായത്തിലും അമ്മയാവുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. എങ്കിലും ഒരു ഗർഭധാരണത്തിനൊരു പ്രായം അല്ലെങ്കിൽ അതിന് ലിമിറ്റ് ഉണ്ടോ ശരിക്കും പറഞ്ഞാൽ? ഒരു ലിമിറ്റ് എന്ന് പറയാനായിട്ടൊരു പ്രായപരിധി ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ പോലും ഞാൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു, എപ്പോഴും ഒരു 25 to 35 ഇയേഴ്സിന് ഇടയ്ക്കുള്ള പ്രഗ്നൻസിക്കാണ് കുറച്ചും കൂടെ റിസ്ക്കും എല്ലാം കമ്പാരിറ്റീവ്ലി കുറവുള്ളത്. 35 വയസ്സിന് ശേഷമുള്ള പ്രഗ്നൻസി ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ തന്നെ അബോർഷൻ്റെ ചാൻസുകൾ കൂടുതലായിരിക്കും. അതേപോലെ പ്രഗ്നൻസി കോംപ്ലിക്കേഷൻസ് കൂടുതലാവാനുള്ള സാധ്യതകളുണ്ട്. ദെൻ ഇപ്പോഴത്തെ ഒരു ജീവിത സാഹചര്യം കൊണ്ട് തന്നെ മിക്ക സ്ത്രീകൾക്കും 35 അല്ലെങ്കിൽ 30 വയസ്സ് കഴിയുമ്പോൾ തന്നെ BPയും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ കണ്ടുവരുന്ന ഒരു സാഹചര്യമാണ്. സോ ഇതുമായിട്ടുള്ള പ്രഗ്നൻസി എന്ന് പറയുന്നത് അഗെയിൻ ഒരു ഹൈ റിസ്ക് പ്രഗ്നൻസി ആവും. ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഞാൻ പറഞ്ഞില്ലേ BPയും ഷുഗറും ഒക്കെ ഓൾറെഡി വന്നിട്ടുണ്ടാവും 35 വയസ്സാവുമ്പോഴത്തേക്ക്. സോ അതുകൊണ്ട് തന്നെ പ്രഗ്നൻസി സങ്കീർണം ആവുന്നു. മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ 35 വയസ്സിൽ മിക്ക സ്ത്രീകൾക്ക് സ്കാൻ ചെയ്യുമ്പോഴും ഫൈബ്രോയിഡ്, യൂട്രസിൽ മുഴകൾ അല്ലെങ്കിൽ ഗർഭാശയത്തിൽ മുഴകൾ, ഒവേറിയിൽ സിസ്റ്റുകൾ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഇതൊക്കെ വരുമ്പോഴത്തേക്ക് എഗെയിൻ പ്രഗ്നൻസി കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുന്നു. മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ജനിതകമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാൻ, ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് വരാനുള്ള സാധ്യത 35 വയസ്സിന് ശേഷം കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ കണക്ക് പറയുകയാണെങ്കിൽ 25 വയസ്സുള്ള ഒരാൾക്ക് ഡൗൺ സിൻഡ്രോം പോലുള്ള ജനിതക വൈകല്യങ്ങൾക്ക് വരാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് 1250 പ്രഗ്നൻസികൾ എടുക്കുമ്പോൾ ഒന്നാണെങ്കിൽ ഒരു 31 വയസ്സാവുമ്പോൾ അത് 1000 ഗർഭിണികൾക്ക് 1 എന്നുള്ള രീതിയിലാവും. പക്ഷേ 35 വയസ്സിന് ശേഷമാകുമ്പോൾ ഈ ഒരു ലെവല് ഭയങ്കരമായിട്ട് കൂടുകയാണ്. അതായത് 400 കുട്ടികൾ എടുക്കുമ്പോൾ ഒരാൾക്ക് ഡൗൺ സിൻഡ്രോം വരാനുള്ള ചാൻസുകൾ ഉണ്ട്. 35 വയസ്സിന് ശേഷമുള്ള ഗർഭം. 40 വയസ്സിന് ശേഷമുള്ള ഗർഭമാവുമ്പോൾ ഈ സംഖ്യ പിന്നെയും കൂടുകയാണ്. അതായത് 30 ഗർഭത്തിൽ ഒരാൾക്ക് ഡൗൺ സിൻഡ്രോം വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഇങ്ങനെയുള്ള ജനിതക വൈകല്യങ്ങളുടെ ചാൻസും ഏജ് കൂടുന്നതിനനുസരിച്ച്, മദറിൻ്റെ ഏജ് കൂടുന്നതിനനുസരിച്ച് കൂടുന്നു. സോ അതുകൊണ്ട് തന്നെ നേരത്തെ ഫാമിലി കംപ്ലീറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും ഐഡിയൽ. ഓക്കെ, ഗർഭധാരണത്തിന് മുമ്പുള്ള ഈ ഒരു പരിചരണത്തിൽ ഹസ്ബൻഡിൻ്റെ റോള് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പം രണ്ടുപേരും ഒരുമിച്ച്, അതായത് കപ്പിള് ഒരുമിച്ച് വേണം ഓരോ ഗർഭവും പ്ലാൻ ചെയ്യാനായിട്ട്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞാൽ പലപ്പോഴും സ്ത്രീകൾക്ക് പല അസുഖങ്ങളും ഉണ്ടെന്ന് കണ്ടുപിടിക്കുകയും അതിൻ്റെ ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം നടത്തേണ്ട സാഹചര്യം ചിലപ്പം വരാറുണ്ട് പ്രീ പ്രഗ്നൻസി സമയത്ത്. അപ്പോൾ ഇതിൽ ഹസ്ബൻഡിൻ്റെ കൂടെ സപ്പോർട്ടും വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇപ്പം മെഡിസിൻ കഴിക്കേണ്ട സാഹചര്യമാണെങ്കിൽ അത് ഓർമ്മിപ്പിച്ച് അവരെ ചെയ്യിപ്പിക്കാനും എല്ലാം ഹസ്ബൻഡിൻ്റെയും കൂടെ ഒരു പങ്ക് അവിടെ വരുന്നു എന്നുള്ളതാണ് രണ്ടുപേരും ഒരുമിച്ച് പ്രീ പ്രഗ്നൻസി കൗൺസിലിങ്ങിൽ വരുമ്പോഴുള്ള ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നേരത്തെ ഡിറ്റക്റ്റ് ചെയ്യാനാണെങ്കിലും അതിന് വേണ്ട ചികിത്സ എടുക്കാനുമുള്ള സാഹചര്യം വരുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും
ഇപ്പം ആൽക്കഹോൾ യൂസേജ്, അതുപോലെ തന്നെ ടൊബാക്കോ അല്ലെങ്കിൽ സ്മോക്കിംഗ്, ഇതൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ടും സ്റ്റോപ്പ് ചെയ്യേണ്ടതും വളരെ വളരെ അത്യാവശ്യമാണ് ഫോർ എ ഹെൽത്തി പ്രഗ്നൻസി. സോ അതിനുള്ളൊരു സാഹചര്യം കൂടി ഈ സമയത്ത് കിട്ടുന്നു എന്നുള്ളതാണ് പ്രീ പ്രഗ്നൻസി പ്ലാനിങ്ങിൽ രണ്ടുപേരും ഉൾക്കൊള്ളുമ്പോഴുള്ളൊരു ഗുണം. ഓക്കെ, ഏറ്റവും പ്രധാനമാണ് സ്ത്രീയുടെ ഒരു മാനസികാരോഗ്യം എന്നും കൂടി പറയുന്നത് അല്ലേ. ഇന്ന് സ്ത്രീകളിലും ഈ ഒരു മദ്യപാന ശീലം നമ്മൾ കാണുന്നുണ്ടല്ലോ ഡോക്ടർ. അപ്പോൾ അതും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരിചരണമൊക്കെ ആവശ്യമായിരിക്കുകയോ അല്ലെങ്കിൽ അത് നിലനിൽക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ സ്ത്രീകളെയും ഇത് ഏത് രീതിയിലൊക്കെ ബാധിക്കും? തീർച്ചയായിട്ടും ഇന്നത്തെ സാഹചര്യത്തിൽ, ഇന്നത്തെ സമൂഹത്തിൽ കുറച്ചധികമായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട് മദ്യപാനം, പുകവലി, ഈ വക ശീലങ്ങൾ. സോ ഇത് പ്രീ പ്രഗ്നൻസി സമയത്ത് തീർച്ചയായിട്ടും കംപ്ലീറ്റ് ആയിട്ടും സ്മോക്കിംഗ് അല്ലെങ്കിൽ ആൽക്കഹോൾ യൂസ് ആൻഡ് ഡ്രഗ് അബ്യൂസ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ ആരോഗ്യകരമായിട്ടൊരു പ്രഗ്നൻസി അവർക്ക് കിട്ടുകയുള്ളൂ. സോ ഇതിനുള്ള ഒരു സാഹചര്യവും കൂടിയാണ് പ്രീ പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പക്ഷേ അമ്മയാകാൻ തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ജോലിക്ക് പോകുന്നവരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ആയാസകരമായ തൊഴിൽ ചെയ്യുന്നവരോ ഒക്കെ നമ്മുടെ സമൂഹത്തിലുണ്ടായിരിക്കുമല്ലോ. പലർക്കും തൊഴിലിന് പോകേണ്ട സാഹചര്യം ഉണ്ടായിരിക്കാം. പക്ഷേ ഇത്തരം ഒരുപാട് കെയർ എടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ അവർ കൂടുതൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഈ തൊഴിൽ വിട്ട് നിൽക്കുക എന്ന് പറയുന്ന അല്ലെങ്കിൽ അത് ഒഴിവാക്കുക എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു നിർദ്ദേശം നൽകാനുണ്ടാവും? തൊഴിൽ ഒഴിവാക്കുക എന്നുള്ളതൊരു നിർദ്ദേശം നമുക്ക് മുന്നോട്ട് വെക്കാനേ പറ്റില്ല. കാരണം എല്ലാ സ്ത്രീകളും ഇന്നത്തെ കാലത്ത് പലരും തൊഴിലിന് വേണ്ടിയിട്ട് തന്നെ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് തന്നെ ആണ് വിദ്യാഭ്യാസവും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ഇത് തൊഴിലിനോടൊപ്പം തന്നെ ഇത് കൂടെ കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മുടെ നിർദ്ദേശം. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പ്രീ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ആ ടൈമിൽ ഹസാഡസ് ആയിട്ടുള്ള എന്തെങ്കിലും കെമിക്കൽസ് അല്ലെങ്കിൽ ടോക്സിൻസ്, പെസ്റ്റിസൈഡ്സ്, പൊല്യൂട്ടൻസ്, ഇതായിട്ടൊക്കെ ഒരു അടുത്ത് ഇടപഴകേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഓഫീസേഴ്സുമായിട്ടോ അല്ലെങ്കിൽ കോ സ്റ്റാഫുകളുമായിട്ടോ ഡിസ്കസ് ചെയ്തിട്ട് ഇതിൽ നിന്നും പൂർണ്ണമായിട്ടും വിട്ടു നിൽക്കണം. അതുപോലെ തന്നെ എക്സ്റേ എക്സ്പോഷറിന് സാധ്യതയുള്ള എക്സ്റേ ടെക്നീഷ്യൻസ്, അതേപോലെ എക്സ്റേ എക്സ്പോഷർ വരാൻ സാധ്യത ഉള്ള സ്ത്രീകൾ ബോധപൂർവം ഇത് കംപ്ലീറ്റ് ആയിട്ടും അവോയ്ഡ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടറോട് ചോദിക്കാൻ തത്സമയം ഫോണിംഗ് പ്രോഗ്രാമാണ്. അമ്മയാകാം ആശങ്കകളില്ലാതെ എന്നതാണ് ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയുടെ വിഷയം. വിളിക്കേണ്ട നമ്പർ 0474293111. ഒരുപാട് ആശങ്കകൾക്കിടയിലും ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമുക്കിടയിലുണ്ട്. അല്ലെങ്കിൽ ഒരു കുഞ്ഞിനായി വെയിറ്റ് ചെയ്തിരിക്കുന്നവർ ഇന്നും ഇത് പക്ഷേ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാകാം. നമുക്കറിയാം ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം അമ്മയാകുന്നവരുണ്ടാകാം. പക്ഷേ ആ ഒരു രീതിയിൽ ഒരുപാട് ചികിത്സകൾ നടത്തി വരുന്നവർ നേടുന്ന ചില മാനസിക പ്രശ്നങ്ങൾ കൂടിയുണ്ട്, അല്ലെങ്കിൽ അവരുടെ ടെൻഷനൊക്കെ ഉണ്ട്. അതിന് അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടി വരുമ്പോഴത്തേക്കും ഒരു പക്ഷേ ഈ ഒരു ഗർഭധാരണം എത്രത്തോളം സങ്കീർണമാവാറുണ്ട്? ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഗർഭിണിയാവുന്ന സ്ത്രീകളുടെ എണ്ണം കൂടുതലാണ്. ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് കാരണം വരുന്ന പോളിസിസ്റ്റിക് ഓവറി തുടങ്ങിയ പ്രശ്നങ്ങൾ കാരണം ഒരുപാട് പേർക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്ത് പ്രഗ്നൻസി എടുക്കേണ്ട സാഹചര്യം വരുന്നുണ്ട്. സോ അവർ ആക്ച്വലി അവർക്ക് നിയന്ത്രിക്കാവുന്നതിൽ കൂടുതലൊരു സ്ട്രെസ്സിൽ കൂടെ പോകുന്നതായിട്ടാണ് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് തന്നെ തോന്നുന്നില്ല. നോർമൽ പ്രഗ്നൻസി പോലെയുള്ള സമീപനം തന്നെയാണ് അവർക്കും നമ്മൾ കൊടുക്കേണ്ടത്. വളരെ അപൂർവമായിട്ട് ചിലപ്പോൾ ചില ഇഞ്ചക്ഷൻസോ ചില മെഡിസിൻസോ അധികമായിട്ട് കാണും. അത് ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരമായിരിക്കും. പക്ഷേ അല്ലാതെ ഫാമിലിയിൽ നിന്നുള്ള ബാക്കി സ്ട്രെസ്സുകൾ അവർ മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ നമ്മൾ എല്ലാ സ്ത്രീകളോടും മറ്റൊരു കാര്യം പറയുന്നത്, പ്രീ പ്രഗ്നൻസി സമയത്ത് ഒരു മോഡറേറ്റ് ആയിട്ടൊരു ആക്ടിവിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യണം. അനങ്ങാതെ ഇങ്ങനെ ഇരിക്കേണ്ട സമയം അല്ല അത്. മോഡറേറ്റ് ആക്ടിവിറ്റി അവർ പ്രീ പ്രഗ്നൻസി, അതായത് പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു 30 മിനിറ്റ്സ് ഡെയിലി ഒരു ആക്ടിവിറ്റി നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇത് ആഴ്ചയിൽ ഒരു 5 ദിവസം ഈ ഒരു 30 മിനിറ്റ്സ് ആക്ടിവിറ്റി മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. അത് ഇങ്ങനെ ചെയ്യുന്ന സ്ത്രീകൾക്ക് സ്ട്രെസ്സ് വളരെ കുറവായിരിക്കും. അവർക്ക് പ്രഗ്നൻസിയുടെ സമയത്തും ഈ ഒരു ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അതർവൈസ് ഇൻഡിക്കേറ്റഡ്, ഡോക്ടർ അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്ന സാഹചര്യത്തിൽ മാത്രം മതി റെസ്റ്റ് എടുക്കേണ്ടത്. അല്ലാത്ത സാഹചര്യത്തിൽ അവർക്ക് ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്യാം. നമുക്കൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ കേൾക്കാവോ? നമസ്കാരം, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. മാം, ഇപ്പൊ 22 വീക്സ് ആയി. അപ്പൊ ബ്ലഡ് കുറവാണ് ആക്ച്വലി. അപ്പം നമുക്ക് 10 ഒക്കെ കാണിക്കുന്നുള്ളൂ. ഇടയ്ക്ക് 8 ആയിരുന്നു, ഇപ്പൊ അത് 10 കാണിക്കുന്നുണ്ട്. അപ്പൊ മാം എന്താ ചെയ്യണ്ടേ?
ഹലോ. ഹലോ, കേൾക്കാവോ? കേൾക്കാം. മാം, HB കുറവായിട്ടാണ് കാണിക്കുന്നത്. 10 ഒക്കെ കാണിക്കുന്നുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് നല്ല ക്ഷീണമുണ്ട്. പ്രഗ്നൻസിയിൽ നമ്മൾ 11 താഴെ ഹീമോഗ്ലോബിൻ്റെ ലെവൽ എന്ന് പറയുന്നത് അനീമിയ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് 10 എന്ന് പറയുന്നത് എന്താ ഡെഫിനറ്റ് ആയിട്ടും അനീമിയാണ്. പക്ഷേ അനീമിയ തന്നെ നമ്മൾ പല തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം വളരെ ചെറിയ തോതിലുള്ള ഒരു അനീമിയാണ് ഇപ്പം. നേരത്തെ 8 എന്ന് പറയുന്നുണ്ട്. സോ അതിൽ നിന്നും ഇപ്പോൾ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. സോ ഇപ്പം 20 വീക്സേ ആയിട്ടുള്ളൂ. ഹീമോഗ്ലോബിൻ 8 നിന്നും 10 എത്തുകയും ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ അമിതമായിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അയൺ സപ്ലിമെൻറ്റ്സ്, അയൺ ഗുളികകൾ കണ്ടിന്യൂ ചെയ്യുക. അതോടൊപ്പം അയൺ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളും സ്വീകരിക്കുക. പിന്നെ പ്രഗ്നൻസിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ ഹീമോ ഡയലൂഷൻ എന്നൊരു സ്റ്റേറ്റ് വരും. അതുകൊണ്ടാണ് നോർമലായിട്ടൊരു ലേഡിയേക്കാളും എപ്പോഴും കുറവായിരിക്കും പ്രഗ്നൻസിയിൽ ഹീമോഗ്ലോബിൻ്റെ ലെവൽ. അത് ബ്ലഡിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കുറയുന്നതുകൊണ്ടല്ല, പ്രഗ്നൻസിയുടെ ഹീമോ ഡയലൂഷൻ വരുന്നതുകൊണ്ടാണ്. എന്തെന്നിരുന്നാലും അനീമിയ കറക്റ്റ് ചെയ്ത് തന്നെ വെക്കുക. അതിൽ ടെൻഷൻ അടിക്കേണ്ട സാഹചര്യം ഒന്നുമില്ല. 22 വീക്സേ ആയിട്ടുള്ളൂ. സോ യു കണ്ടിന്യൂ അയൺ ടാബ്ലറ്റ് കഴിക്കുന്നത് കണ്ടിന്യൂ ചെയ്യുക. ആൻഡ് അയൺ സപ്ലിമെൻറ്റ്സ്, അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡുകളും കഴിക്കുക. തൽക്കാലം ഇത് മാത്രം മതിയാവും. ഓക്കെ, ശരി. ഡേറ്റ്സ് പോലെയുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ കഴിച്ചാൽ മതിയായിരിക്കും. തീർച്ചയായിട്ടും ഡേറ്റ്സ്, അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഡേറ്റ്സ് ആണ്. ഡെയിലി ഒരു 4-5 ഡേറ്റ്സ് മസ്റ്റായിട്ട് കഴിക്കുക. അതോടൊപ്പം തന്നെ പോമിഗ്രാനേറ്റ്, നെല്ലിക്ക, ദെൻ ചീര, മുരിങ്ങയില, പിന്നെ ആനിമൽ ലിവർ കഴിക്കുന്ന ആളാണെങ്കിൽ അത് റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് അയൺ ആണ് ആനിമൽ ലിവർ. സോ അത് കറി വെച്ച് കഴിക്കുക. അതോടൊപ്പം നെല്ലിക്ക ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ ശർക്കരയിലുള്ള ഭക്ഷണങ്ങൾ, അവല്, ഇതെല്ലാം അയൺ റിച്ച് ആയിട്ടുള്ള ഫുഡുകളാണ്. സോ ഇത് കൂടുതലായിട്ട് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. പക്ഷേ ഡയറ്റ് കൊണ്ട് മാത്രമായിട്ട് ഈ ഒരു അനീമിയ കറക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അയൺ ടാബ്ലറ്റ്, നല്ല അയൺ ടാബ്ലറ്റ് തന്നെ കഴിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കുക. വേണമെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അയൺ ടാബ്ലറ്റ്സ് മാറ്റാം, അതിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതെല്ലാം ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം വേണം ചെയ്യാനായിട്ട്. ഓക്കെ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഈ ജനറ്റിക് കൗൺസിലിങ്ങിനെ കുറിച്ച് കൂടി ഒന്ന് പറയാമോ? നമ്മളോട് പല സ്ത്രീകളും പ്രീ പ്രഗ്നൻസിക്ക് വരുമ്പം ചോദിക്കാറുണ്ട് ജനറ്റിക് കൗൺസിലിങ്ങിൻ്റെ കാര്യം. ആക്ച്വലി ഇത് എല്ലാവർക്കും വേണ്ട ഒരു ടെസ്റ്റ് അല്ല. ഇപ്പം ഫാമിലിയിൽ എന്തെങ്കിലും ജനിതകമായിട്ട് വൈകല്യങ്ങളുള്ള കുട്ടികളുണ്ടെങ്കിലോ, കപ്പിൾസിൽ ആർക്കെങ്കിലുമോ, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിലേറ്റീവ്സിലോ ജനിതക വൈകല്യങ്ങളുണ്ടെങ്കിലോ, അല്ലെങ്കിൽ പ്രീവിയസ് ഗർഭത്തിൽ ജനിതക വൈകല്യമുള്ള കുട്ടികൾ, ഡൗൺ സിൻഡ്രോം പോലെയുള്ള വൈകല്യമുള്ള കുട്ടികൾ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ 2 അതിൽ കൂടുതലോ അബോർഷൻസ് ഉണ്ടെങ്കിൽ മാത്രം മതി ഈ ജനിതക വൈകല്യങ്ങളുടെ ടെസ്റ്റിങ്ങിലോട്ടും ഒക്കെ പോകുന്നത്. ഇത് ഇത്തിരി വിലയുള്ള ടെസ്റ്റാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നമ്മളിത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഹിസ്റ്ററി, പ്രോപ്പറായിട്ടൊരു ഹിസ്റ്ററി എടുത്തതിന് ശേഷം ഡോക്ടർ നിർദ്ദേശിക്കാം. അതിന് പ്രകാരം മാത്രം മതി ജനറ്റിക് ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു അമ്മയാകാനായി തയ്യാറെടുക്കുമ്പോൾ ഡോക്ടറിൻ്റെ അടുത്തേക്ക് എപ്പോഴാണ് എത്തേണ്ടതെന്ന് പറയാമോ? ഏത് സമയത്താണ് എത്തേണ്ടത്? ഞാൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. പ്രഗ്നൻസി പ്ലാൻഡ് ആയിരിക്കണം. സോ ആ പ്ലാനിങ്ങിന് മിനിമം ഒരു 3 മാസമാണ് നമ്മളതിനൊരു സമയം കൊടുക്കുന്നത്. ഇത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പറഞ്ഞ പോലെ ചില അസുഖങ്ങളൊക്കെ കൺട്രോളിൽ വരാനായിട്ട് സമയമെടുക്കും. എക്സാമ്പിൾ ഇപ്പം തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ, അനീമിയ, അല്ലെങ്കിൽ അമിതവണ്ണം, ഇതൊക്കെ ഒന്ന് കൺട്രോളിൽ വരാനായിട്ട് 1 മാസം മതിയാവത്തില്ല. അങ്ങനെ വരുമ്പം മിനിമം ഒരു 3 മന്ത്സ് ടൈമെങ്കിലും അവർക്ക് പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കണം. സോ 3 മാസം മുന്നേ തന്നെയെങ്കിലും ഡോക്ടറെ കാണുന്നതാണ് നല്ലത്. ഓക്കെ ഡോക്ടർ, നമ്മൾ നേരത്തെ സംസാരിച്ചിൽ പറഞ്ഞിട്ടുണ്ട് യാത്രകളുടെ പ്രശ്നം. ഗർഭിണികൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് യാത്ര എന്ന് പറയുന്നത്. ചില യാത്രകൾ ഒഴിവാക്കാനും പറ്റില്ല. യാത്രയുടെ കൂടെ തന്നെ നിൽക്കുന്നൊരു പ്രശ്നമാണ് ഛർദിൽ എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടെ ഒരു ഗർഭിണി ഒരു യാത്ര ചെയ്യുമ്പോൾ എന്താണ് ചെയ്യാൻ പറ്റുക? നമ്മൾ ചിലപ്പോൾ ടാബ്ലറ്റ് ഉണ്ടായിരിക്കാം, മരുന്ന് കഴിക്കുന്നുണ്ടാവാം, പക്ഷേ അവരുടെ ആരോഗ്യത്തെയോ കുഞ്ഞിനെയോ ഒക്കെ അത് കൂടുതൽ ബാധിച്ചേക്കാമോ? എന്താണ് യാത്രയെക്കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായം ഡോക്ടർ? പ്രഗ്നൻ്റ് ലേഡി ഒരുപാട് യാത്രകൾ അവോയ്ഡ് ചെയ്യണം എന്ന് തന്നെയാണ് നമ്മൾ നിർദ്ദേശിക്കാറ്.
പ്രത്യേകിച്ചും ഈ 2 വീലർ 3 വീലർ യാത്രകൾ ഇന്നത്തെ റോഡിൻ്റെ സാഹചര്യം എല്ലാം കൂടെ വെച്ചിട്ട് 2 വീലർ 3 വീലർ യാത്രകൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ തന്നെയാണ് നമ്മൾ നിർദ്ദേശിക്കുന്നത്. അത് ഏത് മാസമായാലും 2 വീലർ 3 വീലർ യാത്രകൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. സേഫായിട്ട് പറയുന്നത് കാറും ബസ് ട്രെയിൻ പ്ലെയിൻ ഫ്ലൈറ്റ് യാത്രകളാണ്. ഇത് തന്നെയാണെങ്കിലും 1 അവറിൽ കൂടുതൽ ഉള്ള ഡെയിലി യാത്രകൾ മാക്സിമം അവോയ്ഡ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. ഇപ്പം അങ്ങനെ യാത്ര ചെയ്യേണ്ട ഒരു സ്ത്രീ ആണെങ്കിൽ പോലും അടുത്ത് എന്തെങ്കിലും ഒരു ഹോസ്റ്റൽ സൗകര്യം സ്ഥലപ്പെടുത്തുക, അങ്ങനെ അല്ലെങ്കിൽ അടുത്ത് എന്തെങ്കിലും ഒരു വീട്ടിലേക്ക് മാറുക. ഇതായിരിക്കും കുറച്ചും കൂടെ ഒരു സേഫ് ഓപ്ഷൻ. പിന്നെ ഛർദിലിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. പ്രഗ്നൻസിയിൽ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു സിംറ്റമാണ് ഛർദിൽ. ഇതൊരു അസുഖമൊന്നുമല്ല, അതൊരു നോർമൽ ഫിസിയോളജിക്കൽ ഫിനോമിനനാണ് ഛർദിൽ എന്ന് പറയുന്നത്. പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യുന്ന ഹോർമോൺ അത് എന്നെക്കാളും കൂടുതൽ ഇപ്പം എല്ലാ ഗർഭിണികൾക്കും അറിയാം, ബീറ്റ-HCG എന്ന് പറയുന്ന ഹോർമോണാണ്. അതിൻ്റെ ലെവല് കൂടുന്നതിൻ്റെ ഒരു സൈനും കൂടെയാണ് ഛർദിലെന്ന് പറയുന്നത്. ആക്ച്വലി പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യുന്ന ഹോർമോണാണ് ഞാൻ ഈ പറഞ്ഞ ഹോർമോൺ. സോ ഒരു പ്രഗ്നൻ്റ് ലേഡി ഛർദിക്കുന്നു എന്ന് കാണുമ്പം ആസ് എ ഡോക്ടർ നമുക്ക് സന്തോഷമാണ്, ബിക്കോസ് പ്രഗ്നൻസി ഗ്രോ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ്. പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ ഛർദിൽ വന്നു കഴിഞ്ഞാൽ അത് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുകയും എസ്പെഷ്യലി വർക്ക് ചെയ്യുന്ന അമ്മമാർക്ക് അത് ഒത്തിരി പ്രശ്നങ്ങൾ വരാറുണ്ട്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ടാബ്ലറ്റ് കഴിക്കാനായിട്ട് നിർദ്ദേശിക്കുന്നു. അപ്പോഴും പല പല സംശയങ്ങളാണ്, ഇന്ന ടാബ്ലറ്റ് കഴിക്കാമോ, കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ. സോ ഈ പ്രഗ്നൻസിയിൽ നമ്മൾ തരുന്ന ഓരോ മെഡിസിനും അത് വ്യക്തമായിട്ടുള്ള സ്റ്റഡീസും റിസർച്ചും കഴിഞ്ഞിട്ടുള്ള മെഡിസിൻസാണ്. സോ അതിനെ ഓരോ കാറ്റഗറൈസ് ചെയ്ത മെഡിസിൻസാണ്. സോ പ്രഗ്നൻസിയിൽ സേഫായിട്ടുള്ള മെഡിസിൻസ് മാത്രമായിരിക്കും ഒരു ഡോക്ടർ നിർദ്ദേശിക്കുന്നത്. സോ അതിന് പ്രകാരം സേഫായിട്ട് തന്നെ കഴിക്കുക. ഡെയിലി കഴിക്കേണ്ട സാഹചര്യം പലപ്പോഴും അങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഡെയിലി തന്നെ ഈ ആൻറ്റി എമറ്റിക്, അതായത് ഛർദിൽ വരാതിരിക്കാനുള്ള ടാബ്ലറ്റ്സ് അവർ എടുത്തിരിക്കണം. ബിക്കോസ് അത് കാരണം അവരുടെ റുട്ടീൻ ആക്ടിവിറ്റീസ് മുടങ്ങേണ്ട കാര്യമില്ല എന്നുകൊണ്ട് തന്നെയാണ് അത് കഴിക്കാൻ നിർദ്ദേശിക്കുന്നത്. ചിലർക്ക് ഡെയിലി കഴിക്കേണ്ട സാഹചര്യം കാണണമെന്നില്ല. അങ്ങനെയുള്ളവർക്ക് they can take occasionally also. നമുക്കൊരു കോളിലേക്ക് ഒന്ന് പോകാം. ഹലോ. നമസ്കാരം, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേരൊന്ന് പറയോ? പേര് ശൈലജ. സംസാരിച്ചോ ഡോക്ടർ. വിളിക്കാം. പിന്നെ എന്റെ മോളെ കാര്യത്തിനാ വിളിക്കുന്നത്. പറഞ്ഞോ. പിന്നെ മോളെ 3 മക്കളുണ്ട്. സിസേറിയൻ ആയിരുന്നു, നിർത്തിയതാ. പിന്നെ റീ ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? 3 ആമക്കളാ. 3 സിസേറിയൻ എന്ന് പറയുന്നത് ഒരു റിസ്ക് ഫാക്ടറാണ് അടുത്തൊരു പ്രഗ്നൻസിക്ക്. അത് ഡോക്ടറുമായിട്ട് എന്തായാലും അതിന് മുന്നേ തന്നെ ഒന്ന് സംസാരിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ റീസ്റ്റെറിലൈസേഷൻ എന്നൊരു ഓപ്ഷൻ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ റീകാനലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിന് മുന്നേ തന്നെ ഈ 3 സിസേറിയൻ കഴിഞ്ഞതുകൊണ്ട് തന്നെയുള്ള അതിൻ്റെ ബുദ്ധിമുട്ടുകളും റിസ്കുകളും ഒക്കെ ഡോക്ടറോടും കൂടെ സംസാരിക്കണം കേട്ടോ. ശരി. ഓക്കെ, സന്തോഷം വിളിച്ചതിൽ. കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പ്രോഗ്രാമാണ്. വിളിക്കേണ്ട നമ്പർ 0472931111. ഡോക്ടർ, നമ്മൾ ഈ ഒരു പഴയ കാലം ഇപ്പോഴും കൂടെ എടുത്തു നോക്കിയാൽ ഒരുപക്ഷെ അമ്മമാർക്ക് ഏറ്റവും കൂടുതൽ ടെൻഷനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്കാൻ ചെയ്യുക എന്ന് പറയുന്നതാണ്. ഒന്നിൽ കൂടുതലൊക്കെ വരുമ്പോഴത്തേക്കും ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ എന്തിനാണ് ഇത്രയും സ്കാനിങ്, എന്തിൻ്റെ ആവശ്യമുണ്ടോ, കുഞ്ഞിനതൊരു ബുദ്ധിമുട്ടാവില്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ എന്താണ്, പഴയ കാലത്ത് ഇതിൻ്റെ ഒന്നും ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്കത് കൂടുതൽ, ഇപ്പോൾ എനിക്കൊന്ന് കുറച്ചുകൂടെ കൂടുതൽ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒക്കെ എങ്ങനെയാണ്? ചോദ്യം പ്രസക്തമാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഒബ്സ്ട്രേഷൻസ് ആണെങ്കിലും ഏത് ഫീൽഡിലാണെങ്കിലും അൾട്രാസൗണ്ട് സ്കാനിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. പല ഹോസ്പിറ്റലുകളിലും ഗൈനക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒബ്സ്ട്രേഷൻ തന്നെയാണ് സ്കാനിങ് നോക്കുന്നത്. ഓരോ വിസിറ്റിലും സ്കാൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഡോക്ടേഴ്സും ഒരുപാടുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ. സോ ക്ലിനിക്കൽ കെയറിനോടൊപ്പം തന്നെ ഹാൻഡ് ഇൻ ഹാൻഡ് പോകുന്ന ഒരു കാര്യമാണ് അൾട്രാസൗണ്ട് സ്കാനിങ് എന്ന് പറയുന്നത്. പല
കാര്യങ്ങളും അത് ലൈക്ക് കുഞ്ഞിൻ്റെ തൂക്കം, എക്സാക്റ്റ് ആയിട്ടുള്ള തൂക്കം, കുഞ്ഞിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ ലൈ എങ്ങനെയാണ്, ദെൻ ഫ്ലൂയിഡിൻ്റെ ലെവല്, പിന്നെ വളരെ ഒബീസായിട്ടുള്ള അമ്മമാർക്ക് ഇതൊന്നും ചിലപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കൈകൊണ്ട് തൊട്ട് നോക്കി അറിയാൻ പറ്റണം എന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ സ്കാനിങ്ങിനൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ സ്കാനിങ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് തോന്നുന്നില്ല. പിന്നെ ഈ അൾട്രാസൗണ്ട് സ്കാനിങ്ങിന് പ്രത്യേകിച്ച് വേറെ ഹസാർഡ്സ് ഒന്നുമേ ഇല്ല എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. ഇപ്പം നമ്മളൊരു CT സ്കാൻ അല്ലെങ്കിൽ എക്സ്റേ ചെയ്യുന്ന പോലെ ഒരു റേഡിയേഷൻ എക്സ്പോഷർ ഇതിന് വരുന്നില്ല, തീരെയില്ല. അതുകൊണ്ട് തന്നെ സേഫായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അൾട്രാസൗണ്ട് സ്കാൻ. ചില ഗർഭിണികൾ പറഞ്ഞു കേൾക്കാറുണ്ട്, പ്രസവം അല്ലെങ്കിൽ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് ഗർഭധാരണ സമയത്ത് ബ്ലീഡിങ് ഉണ്ടാകുന്നത് പോലെ അല്ല, അങ്ങനത്തെ കേസുകളൊക്കെ വരാറുണ്ടായിരിക്കാം. അത് എന്തുകൊണ്ടായിരിക്കാം? താമസിക്കുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ നമ്മളുടെ ശ്രദ്ധക്കുറവുകൊണ്ടാണോ? ഇത് ചിലപ്പോൾ കേൾക്കുന്ന ഒരുപാട് ഗർഭിണികൾക്ക് അത്തരത്തിലുള്ള സംശയങ്ങളുണ്ടാവുമല്ലോ. എന്താണ് ഡോക്ടറിൽ നിന്ന് പറയാൻ? പ്രഗ്നൻസിയുടെ സമയത്ത് ഏത് സമയത്ത് വേണമെങ്കിലും പ്രഗ്നൻസിയിൽ ബ്ലീഡിങ് വരാം. ഓരോന്നിനും ഓരോ കാരണങ്ങളാണ്. ഇപ്പം ആദ്യത്തെ സമയത്ത് ബ്ലീഡിങ് വരുന്നത് ഏത് സമയത്താണെങ്കിലും ബ്ലീഡിങ് കണ്ടു കഴിഞ്ഞാൽ അതിന് എക്സ്ട്രാ കെയർ കൊടുക്കുക എന്നുള്ളതാണ്. ഒരിക്കലും നോർമലായിട്ടൊരു കാര്യമായിട്ട് അത് നമുക്ക് എടുക്കാനേ പറ്റില്ല. എപ്പം ബ്ലീഡിങ് കണ്ടാലും അപ്പോൾ തന്നെ ഡോക്ടറിൻ്റെ നിർദ്ദേശം സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. കുറച്ച് ബ്ലീഡിങ്ങേ ഉള്ളൂ, കുഴപ്പമില്ല, വീട്ടിലിരിക്കാം എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. അപ്പം തന്നെ ഡോക്ടറുടെ നിർദ്ദേശം സ്വീകരിക്കാം. ആദ്യത്തെ 3 മാസങ്ങളിൽ കാണുന്ന ബ്ലീഡിങ്ങിനെ നമ്മൾ ത്രെട്ടൻഡ് അബോഷനായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് അബോഷൻ ആവാനുള്ള സാധ്യത കൂടുതലുള്ള ബ്ലീഡിങ്ങുകളാണ് അതെല്ലാം. പ്രഗ്നൻസി ഉറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ പ്ലാസൻ്റയുടെ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ നല്ല ഗർഭം അല്ലാത്തതിൻ്റെ ഭാഗമായിട്ടും ഒക്കെ ബ്ലീഡിങ് വരാം. സോ അതിന് ഈവൻ ട്യൂബൽ ഗർഭത്തിന് പോലും ബ്ലീഡിങ് പലപ്പോഴും ഒരു സൈനായിട്ട് വരാറുണ്ട്. സോ ബ്ലീഡിങ് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിനതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ എത്തുക, വേണ്ട പരിശോധനകൾ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത്. എന്നാൽ മിക്കപ്പോഴും ബ്ലീഡിങ് ചിലപ്പോൾ അതൊരു നല്ല കുഴപ്പമില്ലാതെയും പോകുന്ന സാഹചര്യങ്ങളുണ്ട് അല്ലേ? കാരണം ചിലപ്പോൾ കണ്ടാലും നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ടല്ലോ. അങ്ങനെ പേടിക്കേണ്ടതായിട്ട് എല്ലാം വരുന്നില്ലല്ലോ അല്ലേ? തീർച്ചയായിട്ടും പേടിക്കേണ്ട ഒരു സാഹചര്യമില്ല. പക്ഷേ ഹോസ്പിറ്റലിൽ വന്ന് അതെന്തുകൊണ്ടാണെന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഇപ്പോൾ ഓൾറെഡി പറഞ്ഞ മാതിരി അത് ചിലപ്പം ഉറയ്ക്കുന്ന സമയത്തുള്ള ഒരു ബ്ലീഡിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും അനക്കം തട്ടി ചെറിയ അകത്തെന്തെങ്കിലും ഒരു ബ്ലീഡിങ് വന്നത് കാരണമുള്ള ബ്ലീഡിങ് ആയിരിക്കാം. സോ അതിനൊക്കെ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഇഞ്ചക്ഷൻ എടുത്ത് ഉറയ്ക്കാനുള്ള ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കഴിയുമ്പം അതങ്ങ് സെറ്റിലാവും. ഇതിനെല്ലാം പുറമെ ഇഡിയോപ്പതിക്കായിട്ട് ഒരു കാരണവും ഇല്ലാതെ തന്നെ 5-ാം മാസത്തിലും 6-ാം മാസത്തിലും ഒക്കെ ബ്ലീഡിങ് വരാം. ഇത് യൂട്രസിൻ്റെ അടിഭാഗമുണ്ട്, സെർവിക്സിൽ നിന്ന് വരുന്ന ബ്ലീഡിങ് ആയിരിക്കാം. അപ്പം നമ്മളിത് എന്ത് ബ്ലീഡിങ് ആണ് എന്നുള്ളത് ഡോക്ടറുടെ ഒരു നിർദ്ദേശം സ്വീകരിക്കണം. അത് മസ്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, വളരെ സന്തോഷം. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ഇന്ന് സംസാരിച്ചു, അമ്മയാകാൻ ആശങ്കകളില്ലാതെ എന്നുള്ള ഒരു വിഷയത്തിൽ. എന്താണ് അവസാനമായി നമ്മുടെ ശ്രോതാക്കൾക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം ഡോക്ടർ? നമ്മൾ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പ്രീ പ്രഗ്നൻസി കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രഗ്നൻസി പ്ലാൻ ചെയ്യുക. അൺപ്ലാൻഡ് പ്രഗ്നൻസീസിന് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരാം. സോ ഓരോ പ്രഗ്നൻസിയും വളരെയധികം പ്ലാൻ ചെയ്ത് ഫോളിക് ആസിഡ് ടാബ്ലറ്റും ഒക്കെ എടുത്ത് അതുപോലെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കണ്ടിന്യൂ ചെയ്ത് ഹെൽത്തി ആണെന്ന് ഉറപ്പ് വരുത്തി തന്നെ പ്രഗ്നൻസി ആകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് അമ്മയാകാം ആശങ്കകളില്ലാതെ എന്ന ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിൽ ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് കോട്ടയം ഹോളി ക്രോസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ദേവകിക്കുട്ടി എസ് ആയിരുന്നു. ഡോക്ടറിന് നന്ദി പറയുന്നു. പരിപാടിയിൽ നമുക്ക് ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. താങ്ക് യു.